മാന്യതയും മിതത്വവും എല്ലാവർക്കും ബാധകമാണ്. അത് ചില ആളുകൾ മാത്രം ചെയ്യേണ്ടതല്ല. ദീന് പറയുന്ന ആളുകൾ മാത്രം മിതത്വം വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവരുത്, അത് പറയരുത് ഇത് പറയരുത് എന്നുള്ള നിരന്തരമായ വിലക്കുകളിൽ മൂടി നിന്നാൽ പോരാ. പിതാവ് ജയിലിലും മാതാവ് വളരെ സങ്കടകരമായ രീതിയിൽ മരണപ്പെടുകയും ചെയ്ത 5 പിഞ്ചു മക്കളുണ്ട്. അവരുടെ ആത്മാഭിമാനം ആർക്കും ഒരു പ്രശ്നമല്ല, കൊത്തി വലിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്ത്രീ തന്നെയും 2 പ്രാവശ്യം ആദ്യത്തെ തൻ്റെ 2 പ്രസവവും നടത്തിയത് ഹോസ്പിറ്റലിലാണ്. എന്നിട്ട് അവർ പറഞ്ഞു എന്നാണ് ഭർത്താവ് പറയണത്, ഇനി ഞാൻ മേലാൽ ആശുപത്രിക്ക് പോകൂല. നമുക്കറിയില്ല, നമ്മളവിടെ ഉണ്ടായിട്ടില്ല. ഭർത്താവ് പിന്നീട് പറഞ്ഞതാണോ നമുക്കറിയില്ല, ഒന്നും പറയാൻ പറ്റില്ല. അവർ മാത്രമല്ല, വേറെ കുറേ സ്ത്രീകൾ അങ്ങനെയുണ്ട്. ഒരു വട്ടം ആശുപത്രിയിലേക്ക് പോയി, ആരോഗ്യവും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സുരക്ഷിതത്വമൊക്കെ പരിഗണിച്ച്, പക്ഷെ പിന്നീട് അവർക്ക് പോകാൻ മനസ്സ് വരുന്നില്ല. പരിഹാസം ധാരാളം വരുന്നു. അവിടെയുള്ള ജീവനക്കാർ ഇന്നയാൾ ഇന്ന രീതിയിൽ പരിഹസിച്ചു എന്ന് പറയാനൊന്നും പറ്റില്ല. എന്തേ ഇതൊന്നും സെക്സ് നടക്കുന്ന സമയത്ത് നിനക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ലേ, അപ്പം നന്നായിട്ട് എൻജോയ് ചെയ്തില്ലേ എന്നൊക്കെ പച്ചക്ക് പരിഹസിക്കുന്ന ചില സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അത്രേ ഇപ്പത്തേക്ക് അരച്ചിലും പിടിച്ചിലും എന്തേ എനിക്ക് അപ്പം ഓർമ്മ ഉണ്ടായിരുന്നില്ലായിരുന്നു. ഒരു 2, 3, 4 ഒക്കെ പ്രസവത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് നീ എന്താ മൊയലാണോ എന്നൊക്കെ ചോദിച്ച് പ്രസവ സന്ദർഭത്തിൽ സങ്കീർണമായി മനസ്സും ദുഃഖം ചേർന്ന് വേദന സഹിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയോട് വല്ലാതെ അപഹസിക്കുന്നവരുണ്ട്. അത്രേ ആണുങ്ങളുടെ സാന്നിധ്യം, ഇതുപോലെയുള്ള അപഹാസങ്ങൾ, മറ്റു രീതിയിലുള്ള പല പരിഹാസങ്ങൾ, ഇതെല്ലാം സഹിക്കാൻ എനിക്ക് സന്നദ്ധമല്ല. ഞാൻ എന്നും തീരുമാനിച്ച് ഏതെങ്കിലും ഒരു പെണ്ണ് വീട്ടിൽ നിന്നോ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയോ പ്രസവിക്കുമ്പോൾ അതൊരു ക്രിമിനൽ കുറ്റാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണ്ടേ? അതൊരു കുറ്റമാണെങ്കിൽ ഇന്ത്യയിൽ കേരളയുടെ വിട്ടുകഴിഞ്ഞാൽ മിക്ക സ്റ്റേറ്റിലും വ്യാപകമായ രീതിയിൽ നടക്കുന്നുണ്ട്. അവരൊക്കെ കുറ്റക്കാരാവേണ്ടതല്ലേ? സങ്കീർണതയ്ക്ക് സാധ്യതയുണ്ട്, അപകടം സാധ്യത ഒക്കെ ഉണ്ട്. ആ അപകട സാധ്യതയെക്കാളും ഇത്തരം അപമാനപ്പെടുത്തൽ പ്രയാസമായി അനുഭവപ്പെടുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് തൻ്റെതായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ സംഗതി നിർവഹിച്ചുകൂടാ? അതിനാരെങ്കിലും ഒരാൾ സഹായം ചെയ്താൽ അവരെ കൂടെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ചൊക്കെ നമ്മൾ പരിശോധിക്കണ്ടേ? അല്ലെങ്കിൽ ആദ്യം ഒരു നിയമം വരണം, ആരും വീട്ടിൽ പ്രസവിക്കരുത്, ആരും വീട്ടിൽ പ്രസവിക്കുന്നവരെ സഹായിക്കരുത്, ആരും വീട്ടിൽ പ്രസവിക്കുന്നവിടത്തേക്ക് സഹായത്തിന് പോകുന്ന സ്ത്രീകളെ ആ വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വാഹനത്തിൽ ഇറക്കി കൊടുക്കരുത്. അതാണ് ആ സ്ത്രീയുടെ മകൻ ചെയ്ത തെറ്റായിട്ട് പറയണത്. ആ സ്ത്രീയുടെ മകൻ ചെയ്ത തെറ്റായിട്ട് അതാണ് പറയണത്. ആ ഉമ്മയെ ഈ പെണ്ണിന് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇറക്കി കൊടുത്തു. അങ്ങനെ ഒരു നിയമം ആദ്യം വന്നിട്ട് ആ നിയമം ലംഘിക്കുകയാണെങ്കിൽ മറ്റു പ്രശ്നങ്ങളിലേക്കൊക്കെ കടക്കുന്നത് മാന്യമായി പറഞ്ഞാൽ ഒരു മര്യാദയാണ്. ഞാൻ ഏതെങ്കിലും വ്യവഹാരങ്ങളെ ചോദ്യം ചെയ്യല്ല. മനുഷ്യരെല്ലാവരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം വാർത്തകൾക്ക് ചുവടിൽ കമന്റുകളായി വന്നുകൊണ്ടിരിക്കുന്ന ചില അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു. അതൊരു സങ്കീർണമായ പ്രശ്നമാണെന്നുള്ളതൊക്കെ, ആശുപത്രിയിൽ പോകണം എന്നതും ഒക്കെ, അതൊക്കെ ഞാൻ അതുവരെ പറഞ്ഞല്ലോ. എന്നാലും ആരെങ്കിലും ഒരാൾ ഇത്തരം ചില പ്രയാസങ്ങൾ ഓർത്തിട്ട് ആശുപത്രിയിലേക്ക് പോവാതെ ഇത് കൈകാര്യം ചെയ്താൽ അത് ഇത്രമേൽ മാരകമായൊരു വിഷയമായി മാറേണ്ടതുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കണം.